എന്റെ ദേവിയേ, ഒരുപാട് പെണ്ണ് കണ്ടിട്ടാ എന്റെ കൊച്ചിനൊരു കല്യാണം ഉറച്ചത്. കണ്ണു കടിയും അത്ര ഏൽക്കാതെ എന്റെ കൊച്ചിന്റെ കല്യാണം നടത്തി തരണേ എന്റെ ദേവിയേ. അതെ അമ്മ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്തുവാടാ? ഇപ്പൊ കല്യാണം വേണോ? വേണ്ട. ഇപ്പൊ കല്യാണം വേണ്ട. രക്ഷപ്പെട്ട്. ഈ നട്ടുച്ച സമയത്ത് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടില്ല, പന്തലൊരുക്കിയിട്ടില്ല, ഭക്ഷണം പോലും ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച കല്യാണ ഡേറ്റ് തീരുമാനിച്ചാൽ മതി. അമ്മ, എനിക്കിപ്പൊ കല്യാണം വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് വർത്താനാടാ നീ പറയുന്നത്? നിന്റെ അച്ഛനെ നിന്റെ പ്രായത്തിൽ 2 കെട്ടി, എന്നിട്ടും നിർത്തിയോ? വീണ്ടും കെട്ടാൻ നിന്ന്. അങ്ങനെ കെട്ടാൻ നിന്ന മനുഷ്യനെ പിടിച്ചു കെട്ടാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. അങ്ങനെയുള്ള തന്റെ മോനാണ് നീ. ആഴ്ചേർക്ക എന്റെ പൊന്നമ്മേ, ഞാനൊന്ന് സെറ്റിൽഡ് ആയിട്ട് പോരെ, കല്യാണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അവന്റെ ഒരു സെറ്റില് നിന്റെ കൂടെ പഠിച്ച ചെറുക്കൻ വിനു കെട്ടി 3 മക്കള്, ഷിബു കെട്ടി 2 മക്കള്, എന്തിനാ ദ്വീപ് വരെ കെട്ടി, ഒരു കൊച്ചുണ്ട് അവന്. എന്റെ ദൈവമേ, ഓരോരുത്തന്മാരെ ഓരോന്ന് കാണിച്ചു നോക്കി. ഇതിനൊക്കെ ഞാനാണല്ലോ അനുഭവിക്കുന്നത്. എടാ ചെറുക്ക, അമ്മയ്ക്കും ഇല്ലേടെ ആഗ്രഹങ്ങള് ഒരു പേരക്കിടാവിനെയൊക്കെ കാണാൻ? വാ, നമുക്ക് ആ സദാശിവ മാമന്റെ വീട്ടിലോട്ട് പോവാം. അവിടെ എന്തൊരു അവിടെ ഒരു പേരയിൽ ഒരു കിടാവിനെ കെട്ടിയിട്ടുണ്ട്. അത് കണ്ടെങ്കിലും ഒന്ന് സായൂജി. 10-35 പെണ്ണ് കണ്ട് അറിയാലോ. നിന്നെ കൊണ്ടുപോയി പെണ്ണ് കാണിച്ച് ആ ബ്രോക്കറിന് ഷുഗർ പിടിച്ചപ്പോ ആശുപത്രി കിടക്കുക. കണ്ട വീടുകളിൽ പോയി ലഡുവും ജിലേബിയും തിന്നേന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ദാക്ഷായണി ആരാണെന്ന് നീ അറിയും. നീ നോക്കിക്കോ. അയ്യോ, ഒന്നുമില്ലേ? എടി ശീലേ, എടി ഒരുമ്പിട്ടവളെ, നിന്റെ നാക്ക് പോലെ തന്നെടി. നീ കുഷ്ഠം വന്ന് നീ ചാവോടി. ആരാണ് രാവിലെ ഈ പ്രാകണത്? എടാ, ഓമന വീട്ടിലെ കോഴി മെനഞ്ഞാന്ന് വന്ന് ഇവിടെ മുട്ടയിട്ട്, ഇന്നലെ വന്ന് മുട്ടയിട്ട്, ഇന്ന് ഇത് മുട്ടയിടാതെ തിരിച്ചിറങ്ങിപ്പോയി. അതിനെന്തിനാ ശീലാണ് തെറി പറയുന്നത്? ഈ 2 ദിവസം ഈ കോഴി ഇവിടെ വന്ന് മുട്ടയിടണെന്ന് ഇവള് കണ്ട്. അത് ഇന്ന് വന്നപ്പോഴത്തേക്ക് അതിന്റെ അടുത്ത് എന്തോ പറഞ്ഞു കൊടുത്ത്, അതാണ് ഈ കോഴി ഇവിടെ നിന്ന് മുട്ടയിടാതെ ഇറങ്ങിപ്പോയത്. ഇതൊക്കെ ഒരു കാരണമാണോ? എനിക്ക് ഇതൊക്കെ ഒരു കാരണമാണ്. നശിച്ചു പോവും. എന്റെ അമ്മയെ സൈനൈഡിന് കൈയും കാലും വെച്ചോളൂ തള്ള. എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എന്തൊക്കെ ഞാനായിട്ട് ഈ കല്യാണം മുടക്കി കഴിഞ്ഞാൽ എന്നെ പൊക്കും ചേട്ടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വേറെ ഉണ്ട്, എന്റെ ആളുണ്ട്. ഹലോ ഹലോ, മിമിക്രി ആർട്ടിസ്റ്റ് മദൻലാൽ അല്ലേ? അതെ, ഞാൻ ജീർണജനാണ് സംസാരിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോ. ചേട്ടാ, ഒന്ന് ഇവിടം വരെ വരാവോ? എനിക്കൊരു കാര്യം പറയാനായിട്ടാ. അയ്യോ, നടക്കത്തില്ല. ഞാൻ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു. അയ്യോ, എന്നാ ഒരു കാര്യം ചേട്ടാ, ആ ജംഗ്ഷൻ വരെ ഒന്ന് വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞു, എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന്. എന്നാ ഒരു കാര്യം ചേട്ടാ, ചേട്ടന്റെ വീടിന്റെ വാതിക്കലോ, ചേട്ടാ ഒന്ന് പുറത്തോട്ട് വാ. ഇയാളോടല്ലേ ഞാൻ ഈ പറയുന്നത്, ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുവാന്ന്. ആ ശരി ചേട്ടാ, സാരമില്ല. വേറൊന്നുമല്ല, ചേട്ടന്റെ പ്രോഗ്രാം ഒക്കെ കണ്ട് ആരാധകയായ എന്റെ മാമനും മാമിയും മാമിയുടെ മെമ്മക്കളും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫോട്ടോ എടുക്കണമെന്നോ സംസാരിക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാനിപ്പോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ? ശരിയെന്നാ ആണ്ട് ആളിവിടെ വന്നു. ഇതെങ്ങനെ റോട്ടിൽ നിന്ന് ഓടി വന്നാൽ പോലും ഇത്ര സ്പീഡിൽ കൂടെ വരികയല്ലോ. ഞാൻ ആ മുള്ളുവേലി കൊത്തി ചാടിഞ്ഞു പോരുന്നു. മുള്ളുവേലി ചാടിയോ? ഇതാരീ നോക്കണത്? മാമിയും കുഞ്ഞമ്മയൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നെന്ന് പറഞ്ഞു. അവർ ഇന്നലെയാണ് വന്നത്. ഇന്നലെയാണോ വന്നത്? എനിക്ക് അങ്ങ് ഉറക്കം വരുന്ന കാര്യം പറ. എനിക്കൊരു സഹായം വേണം. പറഞ്ഞോ. അണ്ണനെ ഞാൻ ഇന്നലെ ഒരുപാട് തവണ വിളിച്ചു, അണ്ണ ഫോണെടുത്തില്ല. ഞാൻ IPL കണ്ടോണ്ടിരുന്നേ. നെരുപ്പ് കളിയായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? പഞ്ചാബും ഫ്രൈഡ് റൈസും. ഫ്രൈഡ് റൈസോ? ഈ ഓറഞ്ച് കളർ ടീഷർട്ട് ഒക്കെ ഇട്ട് സൺറൈസേഴ്സ്. വായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നീ വിളിച്ച കാര്യം പറ. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ എന്തോ എന്റെ വായന വല്ല പുളിച്ച തെറിയാക്കും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഒരേ നിർബന്ധം. രാവിലെ പെണ്ണ് കാണാൻ പോയേക്കുന്നു, അവിടെ വാക്ക് കൊടുത്തിട്ട് വന്നേക്കുവാ. എടാ, നീ ഇവിടെ കുറെ നാള് കൊണ്ട് കാളാളിച്ച് നടക്കുമല്ലേ? പോയി കെട്ടണാങ്ങോട്ട്. എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. ആഹാ, അപ്പൊ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിക്കുക. എന്നാ? നിനക്ക് വല്ല അമ്പയറും ഉണ്ടോടാ? അമ്പയറോ? അതിനത് ലവ് പ്രേമം എന്നൊക്കെ പറയണേ അഫയർ ആണ് ഉദ്ദേശിച്ചത്. തേങ്ങാക്കൊല. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഒന്നുമല്ലെങ്കിൽ പിന്നെ നിനക്ക് കട്ടിക്കൂടെ? എന്റെ പൊന്നു കേട്ടാ, കെട്ടാൻ പറ്റത്തില്ലെന്ന്. പെണ്ണെങ്ങനുണ്ട്? മത്തര മാറ്റി. ഒരു കാര്യം ചെയ്യാം, മത്തര മാറ്റി 9 ആകാം. ഇല്ലി പറ, പെണ്ണെങ്ങനുണ്ട്? അത് നല്ല കൗണ്ടറാണ്, പോയെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ പോയി കല്യാണം കഴിക്കാൻ നോക്ക്. എന്റെ പൊന്നു കേട്ടാ, കെട്ടാൻ പറ്റൂല. പെണ്ണിന് എന്നെക്കാളും ഹൈറ്റ് കൂടുതലാണ്. ഈ വണ്ണം പൊക്കൊന്നും ആരും നോക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല ഈ കാലത്ത്. നോക്കൂ, ഒരു കൈകാലം പാലിച്ച് നിൽക്കണം എപ്പോഴും. അതെന്തിനാ? ഒരു കൈകാലം പാലിച്ച് നിന്ന് കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും അല്ലേ? അത് തന്നെ. അതും ചീറ്റിപ്പോയി. എനിക്ക് എങ്ങനെയെങ്കിലും ചേട്ടൻ ഈ കല്യാണം ഒന്ന് മുടക്കി തരണം. അതാ ഒരുമാതിരി അനാവശ്യം പറയുന്നത് എന്നോട്. എടാ, പെണ്ണുങ്ങളുടെ കല്യാണം മുടക്കുന്നതാണ് എന്റെ രീതി. ഞാൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു കലാകാരനല്ലോടാ. എന്നെ വിളിച്ച് നീ ആക്ഷേപിക്കുന്നു. മേലെ ഇമാതിരി പണി കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഒരു 2 എണ്ണം അടിക്കാൻ വേണ്ടിയാ സുരേഷൻ എന്നെ വിളിച്ചറിഞ്ഞ, അതും പോയി. എന്റെ ദൈവമേ, വിഷയം. ആ ഇങ്ങോട്ട് വന്നേ. എന്തുവാ? ഇങ്ങോട്ട് വാ.
ആണ്ട ഇത് കണ്ടോ? ആ നോക്കട്ടെ. ഇത് ചെറിയൊരു വിജയം വന്നായിരുന്നു. ഇതാണ്ടേ. അതാ എന്റെ അമ്മാവ വിളിച്ചെന്റെ ബാക്കിയാണ് ഇത്. നിങ്ങൾ എടുത്ത് വന്നിട്ട് ഈ കല്യാണം ഒന്നും മുടക്കിത്താ. എടാ നീ എന്നെ മദ്യം കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കുന്നില്ലയോ? എടാ മേല ഇമ്മാതിരി പണി കൊണ്ട് എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഈ മദ്യത്തിന് വേണ്ടി നല്ലൊരു പെങ്കത്തിന്റെ കല്യാണം ഞാൻ മുടക്കണമെന്നോ? എന്തുവാടാ നീ പറയുന്നേ? ഒന്നും അല്ലെങ്കിൽ ഞാനും നിന്റെ അച്ഛനെ ഒരുമിച്ച് പഠിച്ചില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചു. നീ ഒന്നും പറയണ്ട. ഇമ്മാതിരി ചെറ്റപ്പണിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത് പറഞ്ഞു കേട്ടോ. ഇന്ന് കാണിച്ചിരിക്കട്ടെ, മേലാൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ചെയ്യരുതായിരുന്നു. സുരേഷേ, 2 പെക്കുണ്ടെന്ന് നീ പറഞ്ഞില്ലയോ? അത് നീ അങ്ങ് അടിച്ചോ. ആ കാട്ടക്കരി ആർക്ക് വേണം? ഞാൻ നല്ല സാധനം ഉണ്ട്, ഞാൻ അടിച്ചോളാം. ശരി. നീ എന്താണ് ഈ കാണിക്കുന്നത്? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8 നും 15 നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേട്ടനല്ലേ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എന്റെ ദൈവമേ, ഇരിക്കത്തെ മേലാൽ ആവർത്തിക്കരുതെന്ന്. ഓ, ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ എടാ ഇന്ന് ചെയ്ത ഇരിക്കട്ടെ, ഇനി മേലെ ചെയ്യില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? അടിക്കും. ചേട്ടൻ 2 അടിച്ചാ പോരെ? അതിന് ഞാൻ വഴി ഉണ്ടാക്കി തരാം. എന്ത് വഴി? എന്റെ പൊന്നു ചേട്ടാ, ഈ കല്യാണം എങ്ങനെയാലും മുടക്കി തന്നാ ചേട്ടന് ഞാൻ 10 മേടിച്ചു തരാം. എടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈസ് തോന്നിയ കൊണ്ട് എന്റെ മുമ്പിൽ വരരുത്. ചേട്ടൻ ഒന്ന് സമാധാനപ്പെട്ടെ, എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേട്ടെ. ചേട്ടാ, ഉദാഹരണം, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് ആ പെൺകുട്ടി ഞാനുമായിട്ട് മനസ്സിലൊരു സ്നേഹം കാണുമോ? കാണുമൊന്നും ഇല്ലെന്ന് പറ. ഇല്ല. അപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാ അത് വിഷയമാവോ? വീട്ടുകാരറിയുവോ? അറിയും. അത് സ്റ്റേഷനിൽ ചെല്ലുവോ? അത് കോടതിയിൽ പോവോ? അവിടുന്ന് സാക്ഷി പറയാൻ നിങ്ങളെ വിളിക്കുവോ? വിളിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം ഉണരും. അന്ന് മുടക്കിയാൽ മതിയായിരുന്നു, ഇന്ന് ഇത്രയും വരെ എത്തിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ ആരാ കല്യാണം മുടക്കണ്ടേ? ഞാനാ മുടക്കണ്ടേ? മുടക്ക്. ഞാൻ മുടക്കാം. ഒരു കാര്യം ചെയ്യ്, ഫോൺ എടു. ഫോണോ? നമ്പർ പറ. ഇതെന്നാ ഫോണിനെ കൊഞ്ഞനം കുത്തുന്നത്? കൊഞ്ഞനം കുത്തിയതല്ല, ഫോൺ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടേക്കണ്ട. എന്തിനാ ഇങ്ങനത്തെ സ്ക്രീൻ ലോക്ക്? എടാ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ രാത്രി പെണ്ണുമ്പിള്ള എടുത്തോണ്ട് വന്ന് എന്റെ മുഖത്ത് വെച്ച് കാണിച്ചേച്ച് എടുക്കും. അവള് ലോക്ക് അഴിക്കത്തില്ല. പെരിയ ആള്. അയ്യോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ആ നമ്പർ ഇട്. 86 86 06 06 818 818 4. പെണ്ണിന്റെ പേര് മഞ്ജുഷ എന്നാണേ. അത് ഓർമ്മിപ്പിച്ച കാര്യമായി. ഹലോ, മഞ്ജുഷയുടെ വീടാണോ? നമ്മുടെ ഒരു പാവളന്താ രാവിലെ അവിടെ നിന്ന് പെണ്ണ് കിട്ടിയായിരുന്നോ? ദയവ് ചെയ്ത് ആ ചെറുക്കനെ നിങ്ങൾ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കരുത്. മദ്യപാനി ആണോന്നോ? മദ്യപിക്കുമെന്ന് വെച്ചാൽ കഞ്ചാവ് കിട്ടാത്തപ്പോഴാണ് മദ്യപിക്കുന്നേ. അത് തന്നെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണോ, അവന് നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ നോക്കിക്കോ, പടപെടാന്നില്ല, നിനക്ക് വീട്ടിൽ കോള് വരും. തുടക്കത്തിലെ പോയെങ്കിൽ എന്ത് ഇവിടെ ഇട്ട് പിടിച്ചല്ലേ? അതാ ഞാൻ 3 എണ്ണിക്കോ, ഇപ്പൊ വരും കോള്. 1 2 3. ഹലോ, അതേ ദാക്ഷായണിയാണ്. ഇതാര് പറഞ്ഞ്? എന്റെ മോനെ കുറിച്ചാണോ? കല്യാണം വേണ്ടെന്നോ? അയ്യോ, ഫോൺ വെക്കല്ലേ, ഞാനൊന്ന് പറയുന്നേക്ക്. അയ്യോ വെക്കല്ലേ, ഫോൺ വെക്കല്ലേ. കല്യാണം മുടങ്ങി. നന്ദിയുണ്ട്. താങ്ക്സ് മാരാർ, താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് എങ്ങനെ ഇരിക്കുന്നു? അടിപൊളിയാണ്. ഞാൻ തൊടാ നിന്റെ അമ്മ നട്ടുച്ചയ്ക്ക് വിളക്ക് കത്തിച്ചോണ്ട് വരുന്നേ. എന്തോ വന്തികേടുണ്ട്. എന്റെ ചാത്തന്മാരെ, എന്റെ കൊച്ചിന്റെ കല്യാണം മുടക്കിയവൻ ചോര തുപ്പി 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 എന്റെ മുമ്പ് വന്ന് നിക്കണേ. എന്റെ ചാത്തന്മാരെ, ചുമ്മാ ഇന്നലെ രാത്രി പരിപാടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവന്റെ കയ്യും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ചെറിയും കോണി അവൻ എന്റെ മുമ്പ് കൂടെ ഇവിടെ കൊണ്ട് നിർത്തണേ ദേവിയേ. അത് മാത്രല്ലടാ, നിന്റെ കല്യാണം മുടക്കിയവൻ 24 മണിക്കൂറിനകം അവന്റെ കുടുംബം നശിച്ച് നാരായ അവന് എന്റെ വാക്ക ഭഗവതി. ഇതൊക്കെ ചുമ്മാ. ഇതെന്നെ കാണിക്കുന്നത്? നിന്റെ അമ്മ പ്രാവിതല്ലേ, ഞാൻ ഒരു പ്രാക്ടീസ് അടിച്ച് നിൽക്കട്ടെ. ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലെന്ന്. ഇല്ലെന്നേ. നിന്റെ അമ്മ പ്രാവിയെ വലിക്കുമെന്ന് പറയുന്നത് ഏറ്റിട്ടുണ്ട്. വലിക്കത്തില്ല. ഇല്ല, ഏറ്റിട്ടില്ല. അമ്മ
പ്രാഗിക്കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു. എന്റെ അമ്മ പണ്ടുള്ളവരെ പ്രാഗിട്ടുണ്ട് ആ. പക്ഷെ അത് അവരേറ്റിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആ. രാവിലെ ഫലിക്കുമെന്നാ ഞാൻ ചോദിച്ചേ. എന്റെ അമ്മയെ ഫലിച്ചിട്ടുണ്ടോന്നോ? ആ. എന്റെ പൊന്നു ചേട്ടാ, ആ. എന്റെ അമ്മയ്ക്ക് 18 വയസ്സുള്ള പ്രായം. ആ. എന്റെ അമ്മാവനും അമ്മയും കൂടെ തേങ്ങാവെള്ളത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായി. ആ. ആ അതിന്റെ പേര് അമ്മാവൻ ജയിച്ചു. ആ. ഒരെണ്ണം അമ്മ ചെയ്തെന്താന്നറിയാമോ? എന്റെ ദൈവമേ, ഇവന്റെ തല തേങ്ങാ വീട് വളർന്നു പോണേന്ന് പറഞ്ഞ് പ്രാഗി. എന്റെ പൊന്നു കേട്ടാ, എന്റെ പെരയിടത്തിൽ തേങ്ങ പോയിട്ട് മാങ്ങാ പോലും ഇല്ല. അപ്പുറത്തെ വീട്ടിലെ ബാബുവിന്റെ വീട്ടിൽ നിന്ന് തേങ്ങ അവന്റെ തെറസി വീണ് അവിടെ ഇടിച്ച് എന്റെ സൈനനെ ഇടിച്ചിട്ട് അമ്മാവന്റെ തലയെ വീണ് തല വളർന്ന് ചത്തുപോയിട്ടാ. ഇല്ലടാ. എന്റെ കല്യാണം മുടക്കിയവൻ അവനേവനായിരുന്നു. അവന്റെ കുടുംബം വെണ്ണീറായി. അവൻ എന്റെ മുമ്പ് എന്റെ മുമ്പ് തന്നെ വീഴണം. എന്താ ദാശായണി അമ്മ എങ്ങനെയൊക്കെ പ്രാവാൻ കൊള്ളാമോ? നീ എന്തിനാണോ പേടിക്കണത്? അവൻ- എടാ, ഇത് മാത്രമല്ല, 4 അമ്പലങ്ങളിൽ ഞാൻ അവനെ നേർച്ച വെച്ചിട്ടുണ്ട്. അവൻ ഇന്ന് ഇവിടെ വന്ന് ഉരുകിച്ചാകാനുള്ള വേല ഞാൻ ചെയ്തിട്ടേ അമ്മ വരുള്ളൂ. പേടിക്കാ. ഇല്ല, എനിക്കിപ്പോ ഒന്നും അറിയണ്ട. നീ കല്യാണം കഴിക്കണം. ഞാൻ കെട്ടണം. ആ, നീ കെട്ടണം. എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. എനിക്ക് കെട്ടാൻ പറ്റില്ല. ഞാൻ കെട്ടൂല. ഞാൻ കെട്ടൂല. എന്നെ നിർബന്ധിക്കരുത്. ഞാൻ കെട്ടൂല. ഞാൻ കെട്ടൂല. എടാ, ഇവിടെ നിൽക്കണം. എന്ത്? എടാ, ഇതെന്റെ ജീവിത പ്രശ്നം. ഇതെന്റെ ജീവിത പ്രശ്നം. ഞാൻ കെട്ടൂല. നീ കെട്ടി നോക്കൂ. ഇല്ല. മര്യാദക്ക് ഞാൻ പറയാ. കെട്ടി നോക്കൂ. ചേട്ടാ, മര്യാദക്ക് ഞാൻ പറയാം, എനിക്ക് കെട്ടാൻ പറ്റൂല. എടാ, നിന്റെ അമ്മ എത്ര അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു? 4. ഈ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14. ഈ 14 ജില്ലയിലും അമ്പലത്തിൽ ഞാൻ പോകൂടാ. എന്തിനാ അമ്മയുടെ ബ്രാക്ക് നേടാതിരിക്കാനാ? അതിനല്ലടാ. പിന്നെ? എനിക്ക് ജീവിക്കണ്ടേ? എനിക്കും ഇല്ലടാ ഒരു കുടുംബം കുട്ടി. ചേട്ടാ, ആ